സയന്റിസ്റ്റ് സുപ്രീമിന്റെ അഡാപ്റ്റോയിഡ് പവേഴ്സിനെ അബ്സോർബ് ചെയ്ത് പഴയതുപോലെ നോർമൽ ആവുകയാണ് അൾട്രോൺ. അവഞ്ചേഴ്സ് അവരെ കൊണ്ട് പറ്റുന്നത് പോലെ അൾട്രോണെ ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവഞ്ചേഴ്സിന്റെ ആ ശ്രമമെല്ലാം പാളിപ്പോകുന്നു. അവഞ്ചേഴ്സും അൾട്രോണും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഇടയ്ക്ക് ഹോക്കൈ തന്റെ EMP ആരോസ് ഉപയോഗിച്ച് അൾട്രോണെ ഷൂട്ട് ചെയ്യുന്നതോടെ അൾട്രോണിന്റെ പവേഴ്സ് നഷ്ടമാകുന്നു. എന്നാൽ ഒട്ടും താമസിയാതെ അൾട്രോണിന്റെ പവേഴ്സ് വീണ്ടും ഓൺലൈനായി. എന്നിട്ട് അൾട്രോൺ എവിടേക്കോ പറന്നു പോകുമ്പോൾ അയൺമാൻ അൾട്രോണെ ഫോളോ ചെയ്യുന്നു. അയൺമാൻ തന്റെ സ്യൂട്ട് ഓവർലോഡ് ആക്കിയിട്ട് ആ സ്യൂട്ടിൽ നിന്നും ഇജക്ട് ചെയ്യുന്നതോടെ ആ സ്യൂട്ട് അൾട്രോണിന്റെ ബോഡിയിലേക്ക് പ്രവേശിക്കുന്നു. അതെ, അൾട്രോൺ പൊട്ടിത്തെറിച്ചു. അയൺമാൻ തന്റെ സ്യൂട്ടിൽ നിന്നും വേർപെട്ടതോടെ താഴേക്ക് വീഴാൻ പോകുന്ന ടോണി സ്റ്റാർക്കിനെ ഹൾക്ക് സേവ് ചെയ്യുന്നു. അവഞ്ചേഴ്സ് ടവറിലെത്തിയ ടോണി സ്റ്റാർക്ക് അവഞ്ചേഴ്സിനോട് പറയുവാണ്, അൾട്രോണെ എന്നേക്കുമായിട്ട് നശിപ്പിക്കാൻ എനിക്ക് എന്തെങ്കിലും കണ്ടുപിടിച്ചേ മതിയാകൂ. അവഞ്ചേഴ്സ്, നിങ്ങൾ അതിനു വേണ്ടിയുള്ള സമയം എനിക്ക് തന്നേ പറ്റൂ എന്നൊക്കെ. എന്തായാലും അവഞ്ചേഴ്സ് അതിന് സമ്മതിച്ചു. അവഞ്ചേഴ്സ് അവരുടേതായ മിഷൻസിൽ ഏർപ്പെടുകയാണ്. ബ്ലാക്ക് വിഡോ പല സ്ട്രീറ്റുകളിൽ പോയിട്ട് അവിടെയുള്ള തക്സുമായിട്ട് ഏറ്റുമുട്ടുന്നു. സാം വിൽസൺ തന്റെ കോളേജിൽ പോയിട്ട് പഠിക്കുന്നു. ക്യാപ്റ്റൻ അമേരിക്ക തന്റെ സ്വന്തം സ്ഥലമായ ബ്രുക്ലിനിൽ പോകുന്നു. പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ അവഞ്ചേഴ്സിന്റെ മുന്നിലേക്ക് അവഞ്ചേഴ്സിന്റെ ക്ലോൺസ് എത്തുകയാണ്. അതെ, ആ ക്ലോണുകളെ കൺട്രോൾ ചെയ്യുന്നത് മറ്റാരുമല്ല, അത് അൾട്രോൺ ആണ്. അവഞ്ചേഴ്സും അവഞ്ചേഴ്സിന്റെ ക്ലോണുകളുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടക്കുവാണ്. അവഞ്ചേഴ്സ് ടവറിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തുകയാണ് ടോണി സ്റ്റാർക്ക്. പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ അയൺമാൻ സ്യൂട്ടുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്നു. അതെ, അയൺമാന്റെ സ്യൂട്ടുകൾ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് അൾട്രോൺ ആണ്. അയൺമാന്റെ എല്ലാ സ്യൂട്ടുകളുടെയും ഓരോ പാർട്സ് വെച്ച് അൾട്രോൺ ഒരു ജയന്റ് അയൺമാൻ സ്യൂട്ട് ഉണ്ടാക്കുന്നു. അൾട്രോൺ ടോണി സ്റ്റാർക്കിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ടോണി സ്റ്റാർക്ക് അതിസാഹസികമായിട്ട് അൾട്രോണിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ടോണി സ്റ്റാർക്ക് സ്യൂട്ടപ്പ് ചെയ്ത് അയൺമാൻ ആയിട്ട് അൾട്രോണുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടത്തുവാണ്. പോരാട്ടത്തിന്റെ ഇടയ്ക്ക് അൾട്രോൺ അയൺമാനെ ഡിഫീറ്റ് ചെയ്ത് തന്റെ ബ്ലാസ്റ്റിന്റെ സഹായത്തോടെ അയൺമാനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഹോക്കൈ അവിടേക്ക് വന്നിട്ട് തന്റെ ഗം ആരോസ് ഉപയോഗിച്ച് അൾട്രോണെ സ്റ്റക്ക് ആക്കുന്നു. അൾട്രോണ് അനങ്ങാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അവഞ്ചേഴ്സ് ടവറിലേക്ക് എത്തിയിട്ട് അവഞ്ചേഴ്സ് അസംബിൾ ആകുന്നു. അവഞ്ചേഴ്സും അവഞ്ചേഴ്സിന്റെ ക്ലോൺസുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടക്കുവാണ്. ഒരു നീണ്ട പോരാട്ടത്തിനൊടുവില് അയൺമാൻ തന്റെ ക്ലോണിനെ നശിപ്പിക്കുന്നു. ഹൾക്ക് തന്റെ ക്ലോണിനെയും ഹോക്കൈ തന്റെ ക്ലോണിനെയും നശിപ്പിക്കുന്നു. മാത്രമല്ല, ഹൾക്കിന്റെ സഹായത്തോടെ ഫാൽക്കൺ തന്റെ ക്ലോണിനെയും ഹോക്കയുടെ സഹായത്തോടെ ക്യാപ്റ്റൻ അമേരിക്ക തന്റെ ക്ലോണിനെയും അതുപോലെ ക്യാപ്റ്റൻ അമേരിക്കയുടെ സഹായത്തോടെ തോർ തന്റെ ക്ലോണിനെയും നശിപ്പിക്കുന്നു. നശിക്കപ്പെട്ട അവഞ്ചേഴ്സിന്റെ ക്ലോണുകളെ വീണ്ടും പവർ അപ്പ് ചെയ്യുകയാണ് ബ്ലാക്ക് വിഡോയുടെ ക്ലോണ്. അത് കണ്ട ഹോക്കൈ തോറിന്റെ ലൈറ്റ്നിങ്ങിന്റെ സഹായത്തോടെ തന്റെ EMP ആരോസ് ഷൂട്ട് ചെയ്ത് അവഞ്ചേഴ്സിന്റെ ക്ലോൺസിനെ എന്നേക്കുമായിട്ട് നശിപ്പിക്കുന്നു. അയൺമാന്റെ ക്ലോണ് നശിക്കപ്പെട്ടിട്ടില്ല. അയൺമാന്റെ ക്ലോണ് അവഞ്ചേഴ്സ് ടവറിലേക്ക് എത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മെഷീന്റെ സഹായത്തോടെ ആ സിറ്റി മൊത്തം ഒരു ഡോം ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഡോമിന്റെ അകത്ത് അകപ്പെട്ട ആളുകളെ സ്കാൻ ചെയ്ത് അവരുടെ ഡ്യൂപ്ലിക്കേറ്റുകളെ ഉണ്ടാക്കാനാണ് അൾട്രോണിന്റെ ശ്രമം. എന്തായാലും ഹൾക്കിന്റെ സഹായത്തോടെ അവഞ്ചേഴ്സ് ടവറിലേക്ക് പ്രവേശിച്ച അവഞ്ചേഴ്സ് അൾട്രോണെ തറ പറ്റിക്കുന്നു. അവഞ്ചേഴ്സിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അറ്റാക്കിൽ അയൺമാന്റെ ക്ലോണ് നശിക്കപ്പെടുന്നു. അതെ, അൾട്രോൺ തോറ്റു. അൾട്രോണിന്റെ പദ്ധതി പാളി. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവഞ്ചേഴ്സിനെ തേടി എത്താൻ പോകുന്നതെന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം.